നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പിതൃസ്മരണയിൽ തിരുനെല്ലി പാപനാശിനി സന്ദർശിക്കും. ബത്തേരിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. ബത്തേരിയും തിരുനെല്ലിയും SPG വലയത്തിൽ. വയനാടിനെ ഇളക്കിമറിച്ച് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ഖുശ്ബു. മോദിക്കും ഇടതുപക്ഷത്തിനുമെതിരെ ആഞ്ഞടിച്ച ഖുശ്ബു. പിണറായി വിജയൻ ആവർത്തിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളെന്ന് KP അനിൽകുമാർ. മാധ്യമ പിന്തുണ മുഖ്യധാരാ കക്ഷികൾക്ക് മാത്രമെന്ന് സെക്യുലർ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി PP ജോൺ. അന്തിമ യുദ്ധത്തിന് പടനായകന്മാരെത്തുന്നു. നാളെ രാഹുൽ, മറ്റന്നാൾ സീതാറാം യെച്ചൂരി, വെള്ളിയാഴ്ച അമിത്ഷാ. കടക്കണി വയനാട്ടിൽ വീണ്ടും കർഷകൻ ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് പുതുശ്ശേരിയിലെ ശിവാനന്ദൻ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വരവ് നാളെ. തിരുനെല്ലിയിലും സുൽത്താൻ ബത്തേരിയിലും പരിപാടികൾ. തിരുനെല്ലിയിൽ പിതൃതർപ്പണം നടത്തുന്ന രാഹുൽ 11:30 ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ UDF പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഹുൽ ഇന്ന് തെക്കൻ ജില്ലകളിലെ ഏതാനും മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. തിരുനെല്ലിയും ബത്തേരിയും SPG നിയന്ത്രണത്തിലായി. നാളെ 9 മണിയോടെയാണ് രാഹുൽ തിരുനെല്ലിയിലും പാപനാശിനിയിലും സന്ദർശനം നടത്തുക. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം സുൽത്താൻ ബത്തേരിയിലെത്തും. ബത്തേരിയിലെ പൊതുസമ്മേളനത്തിനു ശേഷം തിരുവമ്പാടിയിലേക്ക് പോകും. ഇതിനിടെ വടക്കൻ ജില്ലകളിലെ DCC അധ്യക്ഷന്മാരുമായി രാഹുൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. പിതൃസ്മരണയിൽ രാഹുൽ ഗാന്ധി നാളെ രാവിലെ തിരുനെല്ലി പാപനാശിനി സന്ദർശിക്കും. പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം പാപനാശിനിയിലാണ് ഒഴുക്കിയത്. കാലത്ത് 9 മണിക്ക് തിരുനെല്ലി SAUP സ്കൂളിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി 40 മിനിറ്റ് തിരുനെല്ലിയിൽ ചിലവഴിക്കും. തിരുനെല്ലി പെരുമാൾ ക്ഷേത്രവും പാപനാശിനി തീർത്ഥവും സന്ദർശിച്ച രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും. AICC അധ്യക്ഷന് തിരുനെല്ലിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വയനാട്, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് SPG പ്രത്യേക സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. SAUP സ്കൂൾ പരിസരത്തും ക്ഷേത്ര പരിസരത്തും പാപനാശിനിയിലും താൽക്കാലിക ബാരിക്കേഡുകൾ കെട്ടി തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് വിഷൻ, കാട്ടിക്കുളം. കാട്ടിക്കുളം തിരുനെല്ലി SAUP സ്കൂൾ ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള പരിശീലനം നടത്തി. 3 തവണയായിരുന്നു പരീക്ഷണ ലാൻഡിംഗ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ളതിനാൽ വൻ സുരക്ഷാ വലയത്തിലാണ് ഹെലികോപ്റ്റർ ഗ്രൗണ്ടിലിറങ്ങി തിരിച്ചുപോയത്. കാട്ടിക്കുളം മുതൽ തിരുനെല്ലി വരെ വൻ സുരക്ഷയും ഒരുക്കി. കരിമം, വനവാസി മേഖലകളിലും തോൽപ്പെട്ടി, ബാവലി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെയും നിയന്ത്രണം തണ്ടർബോൾട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ബത്തേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിലാണ് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 10,000 പങ്കെടുക്കുമെന്ന് നേതാക്കൾ. തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനു ശേഷം നാളെ രാവിലെ 9:30 രാഹുൽ ഗാന്ധി ബത്തേരിയിലെത്തുക. സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ കോപ്റ്ററിൽ ഇറങ്ങുന്ന അദ്ദേഹം പിന്നീട് സമീപത്തെ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 45 മിനിറ്റ് രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ സംസാരിക്കും. തുടർന്ന് വയനാട് മണ്ഡലത്തിലെ മുക്കത്തേക്ക് തിരിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും UDF നിയോജക മണ്ഡലം മീഡിയ കോർഡിനേറ്റർ ടിജി ചെറുതോട്ടിൽ പറഞ്ഞു. വയനാട്ടുകാരിലെ ആവേശമുണർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നാളെ രാവിലെ ബത്തേരിയിലെത്തുകയാണ്. 2001 സോണിയാഗാന്ധി വന്നതിന് ശേഷം ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ആദ്യമായിട്ടാണ് ഇപ്പോഴിവിടെ വരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. UDFന്റെ പ്രവർത്തകരെല്ലാം നാളെ ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. ഏതാണ്ട് 40,000-ലധികം ആളുകളെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമിതി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ കൂടി വലിയൊരു സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണമെന്നാണ് സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് വയനാട്ടുകാർ കൊടുക്കാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത്രയധികം പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാർ നോക്കിക്കാണുന്നത്. രാഹുലിന്റെ വരവിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതും. 30 അംഗ SPGയുടെ സുരക്ഷയ്ക്ക് പുറമെ 100 കണക്കിന് പോലീസ് സേനാംഗങ്ങളും ഇതിൽ പങ്കാളികളാകും. ന്യൂസ് ബ്യൂറോ, ബത്തേരി.
കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ചലച്ചിത്ര താരം ഖുശ്ബു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തി. നിരവിൽപ്പുഴ മുതൽ പനമരം ടൗൺ വരെ ഖുശ്ബു റോഡ് ഷോ നടത്തി. കുഞ്ഞോത്ത് പൊതുസമ്മേളനത്തിന് ശേഷമായിരുന്നു റോഡ് ഷോ. സ്വീകരണ കേന്ദ്രങ്ങളിൽ നരേന്ദ്രമോദിക്കും ഇടതുപക്ഷത്തിനുമെതിരെ ഖുശ്ബു രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. ഇന്നലെ വൈകുന്നേരം 5:30 നിരവിൽപ്പുഴയിലെ സ്വീകരണ പരിപാടികൾക്കു ശേഷമായിരുന്നു പനമരം വരെ റോഡ് ഷോ നടത്തിയത്. ശബരിമലയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ 33% വനിതാ സംവരണം വരെ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഖുശ്ബു വിശദീകരണം നൽകി. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്ന് ഖുശ്ബു അവകാശപ്പെട്ടു. കർഷകരോട് പറഞ്ഞ വാക്കുകൾ കോൺഗ്രസ് പാലിക്കും. ഇടതുപക്ഷത്തേക്കാൾ ശക്തി കോൺഗ്രസിനുണ്ട്. ദക്ഷിണേന്ത്യയ്ക്ക് പ്രാധാന്യം നൽകാനാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിന് രാഹുലിനെ പരിഹസിക്കുന്ന നരേന്ദ്രമോദിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഖുശ്ബു ചോദിച്ചു. രാഹുൽ ഗാന്ധിയുടെ ധൈര്യം മോദിക്കില്ലെന്നും അതുകൊണ്ടാണ് മോദി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തതെന്നും ഖുശ്ബു പറഞ്ഞു. Order came out from the Supreme Court. Mr. Rahul Gandhi himself accepted, and he said he hails the orders of the Supreme Court. You have certain traditions which you need to follow. Supreme Court orders are there to tell you that there cannot be a divide, there cannot be a difference, a gender discrimination between the man and a woman. But you have to understand that it's a tradition which has been following for many years, hundreds of years, which needs to be kept. It's a belief of the people, the traditional belief of the people. You cannot gain something overnight. You cannot rush into something saying that there's a Supreme Court order, so it has to be, the changes have to be brought in overnight. കോറോം വെള്ളമുണ്ട ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. ദക്ഷിണേന്ത്യയുടെ പ്രശ്നങ്ങളെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പാലം പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നതെന്ന് AICC വക്താവും തെന്നിന്ത്യൻ ചലച്ചിത്ര താരവുമായ ഖുശ്ബു. കുമ്പളേരിയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വിജയമെന്ന് അവർ പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതീക്ഷയോടെ കാണുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിക്കുന്നയാളാണെന്ന് പറഞ്ഞ ഖുശ്ബു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിവന്ന് പ്രവർത്തിക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നയാളാണെന്ന് മോദിയെന്ന് ഖുശ്ബു കുറ്റപ്പെടുത്തി. മലയാളത്തിൽ തുടങ്ങി തമിഴിൽ പൂർത്തിയാക്കിയ 10 മിനിറ്റോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ഖുശ്ബു വിശകലനം ചെയ്തു. உங்க வீட்டுடைய சகோதராக, அண்ணனாக, தம்பியாக, உங்களுக்குள்ள ஒருத்தனாக இருக்கிற ஒரு எளிமையான தலைவர் ராகுல் காந்தி அவர்களை நீங்க தேர்ந்தெடுக்க போறீங்க. அது நீங்க முடிவு பண்ணணும். DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, MLA KK എബ്രഹാം, PV ബാലചന്ദ്രൻ, KC റോസക്കുട്ടി ടീച്ചർ, T മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് വിഷൻ, അമ്പലവയൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളാണെന്ന് KPCC ജനറൽ സെക്രട്ടറിയും മീഡിയ കോർഡിനേറ്ററുമായ KP അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള മുന്നേറ്റത്തെ ഭയന്ന് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതേ സമീപനമാണ് ഇപ്പോൾ പിണറായിയും പാർട്ടി പത്രവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ B ടീമായി CPM മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് രാഹുൽ ഗാന്ധി 20-ൽ ഒരാളാണെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയിലും കേരളത്തിലും തരംഗമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചില രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി 20-ൽ ഒരാളാണ് എന്നാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിനിധിയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് തരംഗമായി മാറിയിരിക്കുന്നു എന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ വയനാട് ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങൾ. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ ഉണ്ടായ അബോധപൂർവമായ ജനക്കൂട്ടം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനസഞ്ചയമായിരുന്നു അദ്ദേഹത്തെ വരവേൽക്കുവാൻ ഉണ്ടായിരുന്നത്. അവസാന ലാപ്പിൽ വയനാടിന്റെ മനസ്സിളക്കാൻ 3 പ്രമുഖ മുന്നണികളുടെയും സമുന്നത നേതാക്കൾ വയനാട്ടിലെത്തും. നാളെ രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ സീതാറാം യെച്ചൂരിയും, വെള്ളിയാഴ്ച അമിത്ഷായും വയനാട്ടിലെത്തും. നാളെ മുതൽ 5 ദിവസം തുടർച്ചയായി വയനാട് അതീവ സുരക്ഷയിലമരും. രാഹുൽ ഗാന്ധി നാളെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ് മറ്റന്നാൾ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി LDF പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക.
വേദികൾക്ക് മാത്രമായിരിക്കും മാറ്റമുണ്ടാവുക. വെള്ളിയാഴ്ചയാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ജില്ലയിലെത്തുക. കൽപ്പറ്റയിൽ അമിത്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനു പുറമെ റോഡ് ഷോയും ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. ശനിയാഴ്ചയാണ് പുൽപ്പള്ളിയടക്കം മേഖലകളിൽ 2 ദിവസത്തെ പ്രചാരണ പരിപാടികൾക്കായി പ്രിയങ്ക ഗാന്ധി എത്തുക. പുൽപ്പള്ളിയിൽ 20,000 കർഷകരെ അണിനിരത്തി ശക്തി തെളിയിക്കാനാണ് UDF തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. LDF സ്ഥാനാർത്ഥി PP സുനീർ മേപ്പാടി മൂപ്പേനാട് പഞ്ചായത്തുകളിലെ തോട്ടം മേഖലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം നടത്തി. തോട്ടം മേഖലയിൽ അദ്ദേഹത്തിന്റെ 4ാം ഘട്ട പര്യടനമായിരുന്നു ഇത്. ആനപ്പാറ, കടൂർ, നെല്ലിമുണ്ട, നെടുമ്പാല, താഴെയരപ്പറ്റ, മേലെയരപ്പറ്റ, നെടുങ്കരണ എന്നിവിടങ്ങളിൽ അദ്ദേഹം തോട്ടം തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. LDF കക്ഷി നേതാക്കളായ P ഗഗാറിൻ, PA മുഹമ്മദ്, M മധു, PK മൂർത്തി, M ബാലകൃഷ്ണൻ, ജോസഫ് മാത്യു, ബീരാൻകുട്ടി, ശ്രീധരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ NDA വിജയിപ്പിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. 5 വർഷത്തിനുള്ളിൽ NDA സർക്കാർ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവന്നെന്ന വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. അമ്പലവയലിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 55 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഒന്നും ചെയ്യാനായിട്ടില്ലെന്നും മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ NDA വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സജി ശങ്കർ, TA രാജഗോപാൽ, കൂട്ടാറ ദാമോദരൻ, MT അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 9 മണിയോടെ മീനങ്ങാടിയിൽ നിന്നാണ് തുഷാർ ബത്തേരി നിയോജകമണ്ഡലം പര്യടനം ആരംഭിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. അമ്പലവയൽ, ചുള്ളിയോട്, ചീരാൽ, കല്ലൂർ, കേണിച്ചിറ, ഇരുളം, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, കാട്ടിക്കുളം, തലപ്പുഴ, വാളാട്, കോറോം, വെള്ളമുണ്ട, ദ്വാരക, പനമരം എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. എല്ലാ കേന്ദ്രങ്ങളിലും തുഷാറിന് മികച്ച വരവേൽപ്പാണ് NDA പ്രവർത്തകർ നൽകുന്നത്. വയനാട് വിഷൻ, അമ്പലവയൽ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജില്ലയിൽ പാട്ടുവണ്ടി പ്രയാണം നടത്തി. എടപ്പാൾ ബാപ്പുവും സംഘവുമാണ് ഇശൽ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പയ്യമ്പള്ളി കോതമ്പറ്റ കോളനിയിൽ കോളനി ഫെസ്റ്റ് നടന്നു. ആദിവാസി സമൂഹത്തിലെ പ്രശ്നങ്ങൾ സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. KPC വൈസ് പ്രസിഡന്റ് ലാലി ജോസ് ഉദ്ഘാടനം ചെയ്തു. മാനന്തവാടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജേക്കബ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി PK ജയലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. മാർഗരറ്റ് തോമസ്, സണ്ണി ചാലിൽ, NV വർക്കി, എൽദോ നടക്കര എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് കർഷക സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 20-ന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിന് മുമ്പിൽ ഏകദിന ഉപവാസം നടത്തുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഈ പ്രശ്നത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കിസാൻ പരിഷത്ത് ഈ വരുന്ന 20-ാം തീയതി വയനാട് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് ഈ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ കർഷകന്റെ പേര് പറഞ്ഞിട്ട് വയനാട് ജില്ലയിൽ ഒട്ടനവധി സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് കർഷകന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് പറയാതെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഓരോ കർഷകന്റെയും അക്കൗണ്ടുകളിൽ പ്രതിമാസം 6000 രൂപ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവർ തെരഞ്ഞെടുപ്പിൽ കൂടെ വിജയിച്ചു വന്നാണ്. വയനാടൻ അതിർത്തി ഗ്രാമമായ നീലഗിരിയിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിച്ചു. തമിഴ്നാട് അടക്കം 13 സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 18-നാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് 5 മണിയോടെയായിരുന്നു അതിർത്തിയിൽ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം. വയനാട് അതിർത്തിയായ നീലഗിരി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 18-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നീലഗിരിയിൽ ദ്രാവിഡ കക്ഷികളായ AIADMKയും DMKയും തമ്മിലാണ് മത്സരം. DMKയോടൊപ്പം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പിന്തുണ നൽകുമ്പോൾ AIADMKയ്ക്ക് BJPയും പിന്തുണ നൽകുന്നു. മണ്ഡലത്തിൽ 13,49,740 വോട്ടർമാരാണുള്ളത്. മലയാളി വോട്ടർമാർക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നീലഗിരി. DMKയ്ക്ക് വേണ്ടി മുൻ കേന്ദ്രമന്ത്രി രാജിയും AIADMKയ്ക്ക് വേണ്ടി ത്യാഗരാജനുമാണ് മത്സരിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ബലത്തിൽ ഇരു മുന്നണികളും ശക്തരാണെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വോട്ടർമാരുടെ പ്രതികരണമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ്.
எளிமையானவர், படித்தவர், அன்பாளர், உங்கள் வீட்டுக்கு വയനാട് വിഷൻ ചീരാൽ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ് പ്രചരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പരിഗണിക്കുന്നതെന്ന് സെക്യുലർ ഡെമോക്രാറ്റിക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ജോൺ. വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിൽ SDC മത്സരിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേര് പോലും വാർത്തകളിൽ വരാറില്ലെന്ന് ജോൺ പറഞ്ഞു. ഞാനിവിടെ വയനാട് മണ്ഡലത്തിൽ സെക്യുലർ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. സെക്യുലർ ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിന് കർണാടകം, തെലങ്കാന, അതുപോലെ കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ കണ്ട ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്ത് കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി മതേതരത്വം, ജനാധിപത്യം എന്നിവയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം. ഞങ്ങളുടെ പാർട്ടി നിലകൊള്ളുന്നത് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണം, വർഗീയതയ്ക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. കടക്കണി വയനാട്ടിൽ വീണ്ടും കർഷകൻ ജീവനൊടുക്കി. പടിഞ്ഞാറത്തറ പുതുശ്ശേരിയിലെ ചിറക്കട ശിവാനന്ദനാണ് വീടിനടുത്തുള്ള തൊടിയിൽ തൂങ്ങി മരിച്ചത്. 68 വയസ്സായിരുന്നു. ഇന്നു കാലത്ത് 7 മണിയോടെയാണ് ശിവാനന്ദനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കർഷകരുടെ ജീവൽ പ്രതിസന്ധികളെക്കുറിച്ച് മുന്നണി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ കക്ഷികൾ മുറവിളി കൂട്ടുന്നതിനിടയിലാണ് വീണ്ടും കർഷക ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. പനമരം കാർഷിക വികസന ബാങ്കിൽ 1 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ അടക്കം 1.25 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ നിന്നും ശിവാനന്ദന് കടമുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വെള്ളമുണ്ട പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയും ക്യാമ്പയിൻ കർഷകരെ ലക്ഷ്യമിടുകയും ചെയ്യുന്നതിനിടയിലുണ്ടായ കർഷകാത്മഹത്യ വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കും. വീട് വെക്കാനായിട്ട് എടുത്ത പനമരത്ത് ബാങ്കിൽ കടമുണ്ട്, കാർഷിക വികസന ബാങ്കിൽ. പിന്നെ കോറോത്ത് സർവീസ് സഹകരണ ബാങ്കിലുണ്ട് കടം. പിന്നെ കാനറ ബാങ്കിലുണ്ട്, ചീപ്പാട്. ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് പറഞ്ഞ് എൻ്റെ വിഷമത്തിലായിരുന്നു. വയനാട് വിഷൻ പുതുശ്ശേരി. വിഷുദിനത്തിൽ മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മിൽമ ഹെഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ റാലിയും പട്ടിണി സമരവും നടത്തി. പാലിന് 40 രൂപ തറവില നിശ്ചയിക്കുക, വേനൽക്കാല സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘങ്ങളിൽ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 5 രൂപ ഇൻസെന്റീവ് അനുവദിക്കുക, സാധന സാമഗ്രികൾക്ക് അനുവദിക്കുന്ന സബ്സിഡി തട്ടിപ്പ് നിർത്തലാക്കുക, മൃഗാശുപത്രികൾ വഴി തൈലേറിയസിസ്, അകിടുവീക്കം എന്നിവയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റും MDFA അംഗവുമായ അബ്ദുൾ അസീസ് ഹാജി MK സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വേണു ചേറിയത്ത് അധ്യക്ഷനായിരുന്നു. ബിജു സുരേന്ദ്രൻ, ലില്ലി മാത്യു, ബാലു ഡി നായർ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മിനി പഞ്ചായത്തിലെ 13ാം വാർഡിൽ കുരുമുളക് സമിതി ഭാരവാഹികൾ ലക്ഷങ്ങൾ അഴിമതി നടത്തിയതായി പരാതി. സബ്സിഡി നിരക്കിൽ വളമിറക്കി കൊടുക്കുന്നതിന് അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം കൃഷിഭവനിൽ അടച്ചില്ലെന്നും അതിനാൽ യഥാസമയം വളം ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. വെല്ലിങ്ങര 13ാം വാർഡിൽ കുരുമുളക് സമിതിയിൽ വയനാട് പാക്കേജ് പ്രകാരം കുമ്മായ ഇറക്കുന്നതിന് വേണ്ടി കർഷകരിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പൈസ സമിതിയുടെ സെക്രട്ടറി കുട്ടിമാൻ എന്ന അബ്ദുൾ ഹക്കീമും പ്രസിഡന്റ് വട്ടക്കുറവ് വിജയനും കൂടെ കൃഷിഭവനിൽ അടയ്ക്കാതെ കർഷകരെ വഞ്ചിക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾ കുമ്മായം അടുത്തുള്ള എല്ലാ വാർഡിലും ഇറക്കിയതിന് ശേഷം ഞങ്ങൾക്ക് കുമ്മായം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ അവരോട് അന്വേഷിച്ചു. അവർ പറഞ്ഞു കുമ്മായത്തിന് പൈസ അടച്ചിട്ടുണ്ട്, മോശം കുമ്മായം ആയത് കാരണമാണ് ഇറക്കാത്തത്, ഇനിയും ഇറക്കുമെന്ന് പറഞ്ഞു. 2ാം വട്ടവും 14ാം വാർഡിൽ കുമ്മായം ഇറക്കിയത് കണ്ടപ്പോൾ ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അടച്ച വാർഡുകാർക്കെല്ലാം പൈസ കൊടുത്തു, കുമ്മായം ഇറക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഇവർ ആ പൈസ അടയ്ക്കാതെ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്ത കൃഷിക്കാരെ. വയനാടിന്റെ വികസന ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കുന്നതിന് യുവജനങ്ങളെ പങ്കെടുപ്പിച്ച ബത്തേരിയിൽ വയനാട് യൂത്ത് കോൺക്ലേവ് നടത്തി. അധ്യാപക ഭവനിൽ പരിപാടി ബത്തേരി സെന്റ് മേരീസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ വർഗീസ് വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് പ്രതീക്ഷിക്കുന്ന വികസന കാര്യങ്ങളാണ് കോൺക്ലേവിൽ ചർച്ച ചെയ്തത്. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ സമർപ്പിക്കും. നമ്മളുടെ ഭാവിയിലേക്ക് വരുന്ന നേതാവിനെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാനാണ്. വയനാട് റെയിൽവേയെ സംബന്ധിച്ച്, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേയെ സംബന്ധിച്ച് വളരെ
വളരെ പ്രതിബദ്ധതയോടെ ക്യാമ്പയിൻ നടത്തിയ ആളുകൾ ഇവിടെയുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. നമ്മുടെ രാത്രിയാത്രാ നിരോധനത്തെ സംബന്ധിച്ച് ശബ്ദമുയർത്തിയ ക്യാമ്പയിനിൽ വളരെ ധീരമായ നേതൃത്വം നൽകിയവരുടെ ഉണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. എം കെ കുമാരൻ ആൻഡ് ദാസൻ സ്മാരക എവറോളിംഗ് വിന്നേഴ്സ് ട്രോഫിക്കും 10,001 രൂപ പ്രൈസ് മണിക്കുമായി തളിപ്പുഴ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ ഒന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം നൊസ്ക പുനൂർ ഒന്നാം സ്ഥാനം നേടി. ഈഗിൾ FC പഴയ വൈത്തിരി, മുത്തേത്തൊടി സൈതാലി കുരുക്കൾ എവറോളിംഗ് റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും 5,001 രൂപയും കരസ്ഥമാക്കി. 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. വിജയികൾക്കുള്ള സമ്മാനദാനം MK സന്തോഷ് കുമാർ, MS ഷാജഹാൻ, KT ഷെഫീർ എന്നിവർ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ പിതൃസ്മരണയിൽ തിരുനെല്ലി പാപനാശിനി സന്ദർശിക്കും. ബത്തേരിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. ബത്തേരിയും തിരുനെല്ലിയും SPG വലയത്തിൽ. വയനാടിനെ ഇളക്കിമറിച്ച് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ഖുശ്ബു. മോദിക്കും ഇടതുപക്ഷത്തിനുമെതിരെ ആഞ്ഞടിച്ച ഖുശ്ബു. പിണറായി വിജയൻ ആവർത്തിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളെന്ന് KP അനിൽകുമാർ. മാധ്യമ പിന്തുണ മുഖ്യധാരാ കക്ഷികൾക്ക് മാത്രമെന്ന് സെക്യുലർ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി PP ജോൺ. അന്തിമ യുദ്ധത്തിന് പടനായകന്മാരെത്തുന്നു. നാളെ രാഹുൽ, മറ്റന്നാൾ സീതാറാം യെച്ചൂരി, വെള്ളിയാഴ്ച അമിത്ഷാ. കടക്കെണി വയനാട്ടിൽ വീണ്ടും കർഷകൻ ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് പുതുശ്ശേരിയിലെ ശിവാനന്ദൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.